ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷനാണ്. ലോൺ കിട്ടും എല്ലാവർക്കും. 5000 രൂപ മുതൽ ഏകദേശം 50,000 രൂപ വരെ ലോൺ കിട്ടും. തികച്ചും ശ്രദ്ധിക്കുക, നമ്മൾ ഇവിടെ ചെയ്യുന്ന ഈ എല്ലാ വീഡിയോസും ഒരു 99% വീഡിയോസും നിങ്ങളുടെ അഭിപ്രായ പ്രകാരം ചെയ്യുന്നതാണ്. നമ്മുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എടുത്തതിന് ശേഷം അതിൻ്റെ റിവ്യൂ അവരെന്നോട് പറയും. അതിനുശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഞാൻ ഇതിൽ ചെയ്യുന്ന ഏത് ലോൺ ആപ്പും ഞാൻ നിങ്ങൾ എടുക്കാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. കാരണം ലോൺ എന്ന സംഭവം തന്നെ വളരെ ഡേഞ്ചറാണ്. ഓക്കെ, നമ്മൾ മാക്സിമം ഒന്നിലും ലോൺ എടുക്കാതിരിക്കുക, കഴിവിൻ്റെ പരമാവധി. പിന്നെ നമുക്ക് എന്താ പറയുന്നത്, അങ്ങേയറ്റം പോകുന്ന സമയത്ത് ഒരു നിവൃത്തിയുമില്ലെങ്കിൽ മാത്രം നിങ്ങൾ ലോൺ ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, അതൊരു റിക്വസ്റ്റ് കൂടിയാണ്, എല്ലാവരും ഓർത്ത് വയ്ക്കുക. ഇന്നിവിടെ ചെയ്യുന്ന ആപ്പ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേര് എന്നോട് പറഞ്ഞു ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, അതുപോലെ തന്നെ നമുക്ക് ഭീഷണി വരുന്നുണ്ട്. ഭീഷണി വരുന്നു എന്ന് എല്ലാവരും പറയുന്നില്ല. ഭീഷണി മീൻസ് നമ്മുടെ കൊടുക്കുന്ന റെഫറൻസ് നമ്പറിലേക്ക് വിളിച്ചവർ ഹരാസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് RBI അപ്രൂവ്ഡ് ആണല്ലോ, എന്ത് പറ്റി എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് എന്താ പറയുന്നത്, പറയാൻ ഒരുപാടുണ്ട്. പക്ഷെ നമുക്കത് ഇവിടെ പറഞ്ഞാൽ അത് ഇല്ലീഗലായി പോകും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവർ ഓഫർ ചെയ്യുന്നത് ഏകദേശം 5000 രൂപ മുതൽ 50,000 രൂപ വരെയാണ് ഇവർ ഫണ്ട് അല്ലെങ്കിൽ ലോൺ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ എന്നോട് എല്ലാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും വിളിച്ചു പറയുന്നത് ഈ ലോണിൽ നിന്ന് മാക്സിമം ആരും ലോൺ എടുക്കരുത്, ഹ്യൂജ് ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ 5000 രൂപ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 4300 4400 രൂപയാണ് ഇതിൽ നിന്ന് ലോൺ കിട്ടുന്നത്. തിരിച്ചടയ്ക്കേണ്ടി വരുന്നത് ഏകദേശം 5500ഓളം, ഏകദേശം 900 1000ഓളം രൂപ പലിശ തന്നെ വരുന്നുണ്ട്. ബ്ലേഡിനെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള പലിശയാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന റെഫറൻസിലേക്ക് ഇവർ എന്താ പറയുന്നത് കോൾ ചെയ്യുന്നുണ്ട്. പിന്നെ മോഫ് ചെയ്ത പിക്ചേഴ്സ് ഒരു 2 പേര് എന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മോഫ് ചെയ്ത പിക്ചേഴ്സ് ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ നിങ്ങൾ RBIയുടെ സൈറ്റിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാം. ഇത് RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷനാണ്, ഇങ്ങനെ മോഫ് ചെയ്ത വീഡിയോസ് അല്ലെങ്കിൽ പിക്ചേഴ്സ് വരുന്നപ്പോൾ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്താൽ ഈ ഒരു ആപ്പിൻ്റെ ഒരു 10 പേര് കംപ്ലയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ആപ്പിൻ്റെ ലൈസൻസ് RBI തീർച്ചയായിട്ടും എടുത്ത് കളയാൻ ചാൻസ് ഉണ്ടെന്നല്ല, തീർച്ചയായിട്ടും ചാൻസ് ഉണ്ട്. കാരണം RBI ഇതിൻ്റെ ലൈസൻസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓരോ കസ്റ്റമേഴ്സിൻ്റെയും പ്രൈവസി മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വിപരീതമായി അവർ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾക്കത് കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള അധികാരമുണ്ട്. അവർ തീർച്ചയായിട്ടും ഇത് ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ പോയി നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യാം. നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചായിരിക്കും ചിലപ്പോൾ ഈ ഒരു ആപ്പ് എടുക്കുന്ന അല്ലെങ്കിൽ ഈ ആപ്പിൽ നിന്ന് ലോൺ എടുക്കുന്ന ആൾക്കാർക്ക് എന്താ പറയുക പോസിറ്റീവ് നല്ല പ്രതികരണമായിരിക്കും. നിങ്ങൾ അടച്ചു പോകുന്ന ആൾക്കാരായിരിക്കും, കുഴപ്പമില്ല. അപ്പോൾ അവരങ്ങനെ പോട്ടെ. അല്ലാതെ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇഷ്യൂ ഉണ്ടല്ലാതെ ആപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ലോൺ തിരിച്ചടയ്ക്കാൻ വൈകി അങ്ങനെ എന്തെങ്കിലും ഹരാസ്മെൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് റിപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്താ പറയുന്നത് ഈ ഒരു ആപ്പ് തന്നെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ RBIയുടെ സൈറ്റിൽ പോയി നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാണ്, നമ്മൾ പ്ലേ സ്റ്റോറിൽ എവിടെ പോയാലും ആപ്പിൽ പറയുന്ന ഡിസ്ക്രിപ്ഷനിൽ പറയുന്ന ആ ഒരു പലിശയോ അല്ലെങ്കിൽ കാലാവധിയോ ഒന്നും നമ്മൾക്ക് കിട്ടില്ല. അതെല്ലാം തെറ്റാണ്. ഇതെല്ലാം നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ പുറകെ പോകാനുള്ള സമയവും സാഹചര്യവും നമുക്കില്ല. അതുകൊണ്ടാണ് മാക്സിമം ആൾക്കാരും ഇത് ഒഴിവാക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ചെയ്യുന്ന ആപ്പിൻ്റെ പേര് ഇൻസ്റ്റാ ഫണ്ട്സ് എന്നാണ്. RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ NBFC ലൈസൻസ് വന്നിരിക്കുന്നത് BB സെക്യൂരിറ്റീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡാണ്. അപ്പോൾ ആ ഒരു ഭാഗമെല്ലാം ക്ലിയറാണ്, RBI അപ്രൂവ്ഡ് തന്നെയാണ്. ഏകദേശം 1 മില്യണോളം ആൾക്കാർ ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം ക്ലിയർ തന്നെയാണ്. അപ്പോൾ ഇവരുടെ കസ്റ്റമർ കെയർ ഒന്നും അത്ര പ്രോപ്പറായിട്ടൊന്നും പ്രതികരിക്കുന്നതല്ല. ഓക്കെ, ഫണ്ട്സുകൾ അധികമായി നമ്മൾ ഈനാച്ച് ചെയ്താണ്ട് എടുക്കുന്നത്. അപ്പോൾ ഡെയിലി ഇങ്ങനെ 50 രൂപ 10 രൂപ 15 രൂപ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുമെന്നൊക്കെയാണ് ലോൺ എടുത്തിരിക്കുന്ന ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും ഉള്ള കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഈനാച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ 8000 രൂപയാണ് നിങ്ങൾ ലോൺ എടുത്തതെങ്കിൽ 8000 അടച്ചു കഴിയുന്ന സമയത്ത് വീണ്ടും എമൗണ്ട് കട്ട് ചെയ്യുന്നു, ഈനാച്ച് വഴി കട്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് പറഞ്ഞ് കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 100% RBIയിൽ കംപ്ലയിൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ആ ഒരു പരാതി അവർ തീർച്ചയായിട്ടും ഗൗരവപരമായി എടുക്കുന്നതാണ്.
അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ അതായത് എനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നിയത് ഇവർ സാലറി എന്ന സംഭവമേ ചോദിച്ചിട്ടില്ല. ഓക്കെ, നമ്മൾ ഫസ്റ്റിൽ എടുത്ത് ഒരുവിധം ട്രാൻസാക്ഷനൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഏകദേശം 10,000 രൂപയ്ക്ക് ഫസ്റ്റ് ടൈം കിട്ടും. ട്രാൻസാക്ഷൻ കുറവായുള്ള ആൾക്കാരാണെങ്കിൽ 5,000 രൂപ ആ ഒരു റേഞ്ചിൽ കിട്ടും. അതായത് മിക്ക സബ്സ്ക്രൈബേഴ്സും എന്നോട് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തീർച്ചയായിട്ടും ഫസ്റ്റ് ടൈമിൽ തന്നെ എനിക്ക് ലോൺ കിട്ടി. സിബിലിൻ്റെ വളരെ കുറവായിരുന്നു, അല്ലെങ്കിൽ നെഗറ്റീവ് സിബിലായിരുന്നു, അല്ലെങ്കിൽ നെഗറ്റീവ് ഏരിയ ആയിരുന്നു, എനിക്ക് ലോൺ കിട്ടിയെന്ന് പറഞ്ഞ് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ലോൺ ആപ്പ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ ഒരു ആപ്പിൽ നിന്നും ആരും ലോൺ എടുക്കരുത്. RBI അപ്രൂവ്ഡ് ശരിയൊക്കെ തന്നെയാണ്, പക്ഷേ അവരുടെ ഒരു ടോട്ടൽ ആ ഒരു കൺട്രോൾ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക മാനേജ്മെൻറ്റ് ശരിയല്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത് അവർ മാനേജ്മെൻറ്റ് ഡീൽ ചെയ്യുന്ന ഒരു ഇഷ്യൂ കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്. കാരണം എല്ലാവരും ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അവരുടെ നാച്ചിൻ്റെ ഇഷ്യൂ, അതായത് ടെക്നിക്കൽ ഇഷ്യൂ, അതൊരു പക്ഷേ അവർ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഓട്ടോ ഡെബിറ്റ് കാര്യങ്ങൾ ഇതൊന്നും പ്രോപ്പറായിട്ടുള്ള നടക്കുന്നത് കസ്റ്റമർ കെയർ എന്ന സപ്പോർട്ടേ ഇല്ല. കാരണം RBI റെഗുലേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ കസ്റ്റമേഴ്സ് വിളിക്കുന്നെങ്കിൽ മാക്സിമം അവർക്ക് സപ്പോർട്ട് ചെയ്യണം എന്ന രീതിയിൽ കസ്റ്റമർ കെയർ വേണം, എന്നാൽ മാത്രമേ RBI അപ്രൂവ്ഡ് കൊടുക്കുകയുള്ളൂ. പക്ഷേ ഇവരെല്ലാം ഒരു പേരിന് വേണ്ടി മാത്രമാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ട്രൂ ബാലൻസിൻ്റെ കുറച്ച് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അവരുടെ ആ ഒരു എലിജിബിലിറ്റി എല്ലാം ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരെയും ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, ട്രൂ ബാലൻസിൻ്റെ സിബിൽ കുറച്ചിട്ടുണ്ട്. മുമ്പ് 650 ആയിരുന്നു, ഇപ്പോൾ 600 ഉള്ളവർക്ക് അവർക്ക് കൊടുക്കും. വളരെ ഈസി. അപ്പോൾ നിങ്ങളത് മാക്സിമം ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, അത് മറ്റുള്ളവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. അപ്പോൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാ ഫണ്ട്സ് നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. കാരണം ഇത് കുറച്ച് ഡേഞ്ചർ ആപ്പാണ്. ഡേഞ്ചർ മീൻസ് എന്താ പറഞ്ഞാൽ ആ ഒരു നമ്മൾ കൊടുക്കുന്ന റെഫറൻസ് നമ്പറിലേക്ക് വിളിച്ച് അവർ എന്തൊക്കെ പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ കൊടുക്കുന്ന റെഫറൻസ് നമ്പർ ഉണ്ടെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ തന്നെ നമ്പർ വേറെ അപ്പോൾ 2-3 നമ്പർ യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് കാണാം. അപ്പോൾ ആ നമ്പർ തന്നെ റെഫറൻസ് ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ നമ്പർ കൊടുക്കുക. ഒരു കാരണവശാലും നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ സിസ്റ്റർ ബ്രദർ ഇങ്ങനെയുള്ളവരുടെ നമ്പർ കൊടുക്കാതിരിക്കുക. അപ്പോൾ ആ ഒരു ഇഷ്യൂ നമുക്ക് ഒഴിവാക്കി കിട്ടും. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ തന്നെ ഓൾട്ടർനേറ്റീവ് നമ്പർ തന്നെ ആ ഒരു റെഫറൻസ് നമ്പറിൽ കൊടുക്കുക. ഇതെന്നല്ല ഏത് ആപ്പിലായാലും അങ്ങനെ തന്നെ ചെയ്യുക. നമ്മൾ പെട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞ് ചാടി കയറി നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെയോ നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ മദറിൻ്റെയോ ഫാദറിൻ്റെയോ ആരുടെയും നമ്പർ കൊടുക്കാതിരിക്കുക. അത് നിങ്ങൾക്ക് തന്നെ ലാസ്റ്റിൽ പണി കിട്ടും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇതെന്നല്ല ഏത് ആപ്പിൽ നിന്നായാലും RBI അപ്രൂവ്ഡ് ആയിക്കോട്ടെ, ഇല്ലീഗൽ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഒന്നിലും നിങ്ങളുടെ വേണ്ടപ്പെട്ടൊരു നമ്പർ റെഫറൻസ് ആയിട്ട് കൊടുക്കാതിരിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടപ്പെട്ട നമ്മൾ ഒരുപാട് ബഹുമാനിക്കുന്നത് ഇപ്പോൾ നമ്മുടെ അച്ഛൻ, അമ്മ, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, പിന്നെ കുഴപ്പമില്ല, പിന്നെ സിസ്റ്റേഴ്സ്, പിന്നെ ലേഡി ഫ്രണ്ട്സ്, ഇങ്ങനെ ഇവരുടെയൊക്കെ നമ്പർ എന്താ പറയുക നിങ്ങൾ വേറെ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ട് അത് ആ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് വേറെ ഏതെങ്കിലും മൊബൈലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മെയിലിലോ ക്ലൗഡിലോ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ട് ലോൺ എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സേവ് ചെയ്യാം. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധയിൽ വെച്ചിരിക്കുക, മനസ്സിൽ സൂക്ഷിക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.